ചോർന്നതിൽ തെളിയാൻ എന്തൊക്കെ ബാക്കി? 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി. മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങിയത്. അതേസമയം കേസിലെ 2ഉം 3ഉം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ആദ്യം ഷുഹൈബിന് ഒരു പ്രതികരണത്തിലേക്ക്. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകൻ ആരോ പറഞ്ഞയച്ചതിനുള്ള തെളിവ്. അതൊരു വേറെ പ്ലാറ്റ്ഫോമാണ്. എംഎസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ സ്ഥാപനം ഒരു എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേർന്നു. സമീർ, ഈ ചോദ്യപേപ്പർ ഒരു എയ്ഡഡ് സ്കൂളിലെ പ്യൂൺ വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് ചോർത്തി നൽകിയത് എംഎസ് സൊല്യൂഷൻ അധ്യാപകനായ ഫഹദിനാണ്. ഈ ഫഹദിനെ എംഎസ് സൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എത്തിച്ചതാണെന്ന വിശദീകരണം അല്ലെങ്കിൽ പ്രതികരണമാണ് എംഎസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബ് നടത്തുന്നത്. ഇപ്പോൾ ഷുഹൈബിന്റെ അറസ്റ്റ് കേസുമായി സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? സുഹൈൽ, ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടന്നിരുന്നത്. അതിനൊടുവിലാണ് ഇതിന്റെ ഉറവിടം ഇന്നലെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. അത് മലപ്പുറത്തെ മേൽമുറി മഹദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിയൂൺ അബ്ദുൽ നാസർ അറസ്റ്റിലായതോടുകൂടിയാണ് അക്കാര്യം കണ്ടെത്തിയത്. അബ്ദുൽ നാസർ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന മുൻ പ്രധാനാധ്യാപകനായിട്ടുള്ള ഫഹദ് മുഖാന്തരമാണ് ഈ വിധത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയിരുന്നത്. അബ്ദുൽ നാസർ ചോദ്യപേപ്പർ ഫോട്ടോ എടുക്കുകയും അത് ഫഹദിന് അയച്ചു കൊടുക്കുകയും ചെയ്യും. അത് പിന്നീട് അതിൻ്റെ സിഇഒ ആയിട്ടുള്ള ഷുഹൈബ് നാളെ വരാനിരിക്കുന്ന ചോദ്യങ്ങൾ ഇത്തരത്തിലാണ് ഉണ്ടാവുക എന്ന് പ്രഡിക്റ്റ് ചെയ്യുകയും അങ്ങനെ പ്രവചനത്തിലൂടെ അത് പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. അതിലേക്ക് ഇടയാക്കിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതിൻ്റെ മുഖ്യപ്രതിയായിട്ടുള്ള ഷുഹൈബ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകുകയും ചെയ്തിരിക്കുന്നത്, കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ആ വേളയിലാണ് ഷുഹൈബ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്. ഏതാനും മാസങ്ങൾ മാത്രമേ ഫഹദ് തൻ്റെ സ്ഥാപനത്തിൽ എത്തിയിട്ട് ആയിട്ടുള്ളൂ. അങ്ങനെ ആ ഫഹദിനെ അവിടേക്ക് എത്തിച്ചത് ഒരു പ്രധാനപ്പെട്ട ട്യൂഷൻ സെൻ്ററാണ്. പ്രധാനപ്പെട്ട ആ സ്ഥാപനത്തിൻ്റെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നടപടികളുടെ ഭാഗമാണ് ഈ സ്ഥാപനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 5 ലക്ഷം രൂപ ഒരു രാഷ്ട്രീയ നേതാവ് വാഗ്ദാനം ചെയ്തിരുന്നു. ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് ഷുഹൈബ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ സംഘം ഷുഹൈബിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതോടൊപ്പം തന്നെ 2 പ്രതികൾക്ക് 3 പ്രതികളായിട്ടുള്ള ഫഹദിനും അതുപോലെ തന്നെ ജിഷ്ണുവിനും കോഴിക്കോട് ജില്ലാ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട്. സുഹൈൽ, ചോദ്യപേപ്പർ ചോർച്ചയിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഫഹദ് എന്ന അധ്യാപകനാണ് പ്രധാനമായും പ്യൂൺ ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത്. ഫഹദ് എന്ന അധ്യാപകൻ എംഎസ് സൊല്യൂഷനിൽ പഠിപ്പിക്കാൻ എത്തുന്നത് ആരുടെയൊക്കെയോ ഗൂഢാലോചനയാണെന്നാണ് സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ വിശദീകരണം. ഷുഹൈബിനെ ചോദ്യം ചെയ്യുകയാണ് ക്രൈംബ്രാഞ്ച്.